പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയവും മനസ്സും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലം സകല പാപങ്ങളിലും ദൈവം നമ്മളെ വേർപെടുത്തി അവൻ്റെ കൃപയിൽ നമ്മളെ വളർത്തിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവതിരുവചന ഭാഗം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവതിരുവചന ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. കായൻ ബലിയർപ്പിച്ചു കഴിഞ്ഞ് അവൻ്റെ ബലിയുടെ മേൽ ദൈവം പ്രസാദിക്കുന്നില്ല. അപ്പോൾ കായൻ്റെ ഉള്ളിലെ അസൂയയും വെറുപ്പും 10 മടങ്ങ് വർദ്ധിച്ചു വന്നു. ദൈവം കായനോട് ചോദിക്കുന്നുണ്ട്, കായൻ, എന്താണ് നീ കോപിച്ചിരിക്കുന്നത്? എന്താണ് നീ അസ്വസ്ഥനായിരിക്കുന്നത്? നല്ലത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്റെ ബലിയും സ്വീകരിക്കപ്പെടുമായിരുന്നില്ലേ? കായൻ, പാപം നിന്റെ മേൽ കണ്ണുവെച്ചിട്ടുണ്ട്. അത് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. കായൻ, പാപം നിന്റെ മേൽ കണ്ണുവെച്ചിട്ടുണ്ട്. അത് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു മനുഷ്യനെ അകറ്റിക്കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായിട്ടുള്ള വികാരം അത് കോപമെന്ന് പറയുന്ന വികാരമാണ്. നമ്മൾ പറയും, എത്ര ശ്രമിച്ചിട്ടും എനിക്കെൻ്റെ കോപം അടക്കാനായിട്ട് പറ്റുന്നില്ല. കോപം അങ്ങ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെയാണ് പ്രിയപ്പെട്ടവരെ. നിന്റെ ജീവിതത്തിൽ എത്രയോ വികാരങ്ങളെ നീ വളരെ കൃത്യമായിട്ട് അടക്കി വച്ചിരിക്കുന്നു. ജീവിതത്തിൽ നിനക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളെയും നീ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അവയെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് പെരുകി വരുന്ന കോപത്തെയും നിനക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം കോപത്തിലൂടെ മനുഷ്യനെ മുറിപ്പെടുത്തുന്നതിലൊരു ആനന്ദം നമ്മൾ കണ്ടെത്തുവാൻ തുടങ്ങിയത് കൊണ്ടാണ് കോപത്തെ നമ്മൾക്ക് നിലനിർത്തിക്കൊണ്ട് ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നത്. അതിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഏതെങ്കിലും ഒരവസരത്തിൽ കോപം നിന്റെ മേൽ ആപത്ത് വരുത്തുമെന്ന് നിനക്ക് ബോധ്യമുള്ള ഇടങ്ങളിൽ കോപത്തെ നീ വളരെ ബോധപൂർവം ഒതുക്കിക്കളയും. പലപ്പോഴും കോപം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നിനക്ക് മറ്റൊരാളെ പരിക്കേൽപ്പിക്കണമെന്നുള്ള വിചാരം അതിന് നീ പൂർണ്ണമായിട്ട് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ്. കായന് സംഭവിച്ചതാണ്. കായൻ തൻ്റെ സഹോദരൻ്റെ നേരെ കോപവും വെറുപ്പും വച്ചു പുലർത്തുകയും തൻ്റെ സഹോദരൻ്റെ ബലി ദൈവം സ്വീകരിച്ചതിനെ പ്രതി അസൂയ പൂണ്ടവൻ കോപത്തോടുകൂടെ സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ തലയിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ് അവനെ കൊലപ്പെടുത്തി കഴിയുമ്പോൾ കായൻ്റെ കോപം അല്പം കൂടെ വർദ്ധിക്കുകയാണ്. ദൈവം പറഞ്ഞത് കായൻ ചെവി കൊടുത്തില്ല. പാപം നിന്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നുണ്ട്. പാപം ആരാ ചെയ്യിപ്പിക്കുന്നത്? പിശാചാണ്. ഈ പിശാച് നിന്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നുണ്ട്. അത് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ നീ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആപത്ത് കടന്നു വരുവാനായിട്ട് കാരണം കോപമെന്ന് പറയുന്ന വികാരമാണ്. എല്ലാ കോപത്തിൻ്റെ പിന്നിലും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കാത്തിരിക്കുന്നൊരു പിശാചിൻ്റെ എല്ലാ ക്രൗര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എല്ലാ വേദനകളും അതിൻ്റെ അകത്തുണ്ട്. എല്ലാ പോരായ്മകളും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഏത് മനുഷ്യനാണോ കോപത്തെ നിയന്ത്രിക്കുന്നത്, അസൂയ ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നത്, അവൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. നിനക്കല്ലെങ്കിൽ നിന്റെ കൂടെ ജീവിക്കുന്നവരോട്, നിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നവരോട്, നിന്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായി തീരുന്ന മനുഷ്യനോട് നിനക്ക് കോപിക്കാൻ എന്താണ് അവകാശം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യനെയും ചേർത്ത് പിടിക്കുക. ഒരു മനുഷ്യനെതിരെയും അഹിതമായിട്ടൊന്നും ആലോചിക്കാതിരിക്കുക. മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള പൂർണ്ണ വിചാരത്തോടും പൂർണ്ണ വികാരത്തോടും കൂടെ ഈ ലോകത്ത് ജീവിക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ നീ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠത ഉള്ള മനുഷ്യനായിട്ട് മാറും. ഈശോയെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ കൃപാവരം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പാപത്തെയും കോപത്തെയും വിട്ടുപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ. ആമേൻ.